ഹായ് ഫ്രണ്ട്സ്, ക്രിസ്മസ് അല്ലേ? പ്ലം കേക്ക് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ചിലർക്ക് മുട്ട ചേർക്കാൻ ഇഷ്ടമില്ല, പക്ഷേ കേക്ക് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു പ്ലം കേക്ക് ഉണ്ടാക്കിയാലോ? അതിനായി പ്ലം കേക്ക് സോക്ക് ചെയ്യാൻ വേണ്ടി മുന്തിരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് 1/2 കിലോ മുന്തിരി വരും. ഇത് കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ജ്യൂസ് അടിച്ചെടുക്കാം. അങ്ങനെ ഒരു അരിപ്പയിലൂടെ ഇത് അരിച്ച് മാറ്റിയെടുക്കാം. ഇനി കാരമൽ ഉണ്ടാക്കിയെടുക്കാം. അതിനായി ചൂട് കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് മെൽറ്റായി വന്നു. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നേരത്തെ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇത് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് റെഡിയാക്കിയെടുക്കാം. സോക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പ്ലം കേക്ക് ഉണ്ടാക്കാൻ ഞാൻ എടുത്തിരിക്കുന്നത് മുന്തിരിയുടെ ജ്യൂസാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഓറഞ്ചിൻ്റെ ജ്യൂസ് വേണമെങ്കിലും എടുക്കാം. പക്ഷേ ഒരു കാര്യം, ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഈ ജ്യൂസ് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഓറഞ്ചിൻ്റെ ജ്യൂസാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ നാരും കുരുവൊക്കെ കളഞ്ഞ് കൈകൊണ്ട് പിഴിഞ്ഞെടുത്താലും മതി, അല്ലെങ്കിൽ കയ്പ്പ് രസം ഉണ്ടാകും. ഇനി ഈ കേക്കിലേക്ക് വേണ്ട ഡ്രൈ ഫ്രൂട്ട്സാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ചുറ്റുവട്ടത്തേക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതും നമുക്ക് എളുപ്പമെന്ന് വാങ്ങിക്കാൻ പറ്റുന്നതുമായ ഡ്രൈ ഫ്രൂട്ട്സാണ് എടുത്തിരിക്കുന്നത്. യെല്ലോ കളറും ബ്ലാക്ക് കളറും ഉള്ള മുന്തിരിയും അതുപോലെ തന്നെ ചെറി, കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടില്ല, ആ ചെറിയും 1/4 കപ്പും, പിന്നെ ഡേറ്റ്സ് ഒരു 15 എണ്ണവും, പിന്നെ ടൂട്ടി ഫ്രൂട്ടി 2 കളർ പച്ചയും ചുമലയും എടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ വീതം അതെടുത്തു. ഇനി ഇതിട്ട് കൊടുക്കാം. ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വറ്റി വരട്ടെ. നമുക്കൊന്ന് ഇടയ്ക്ക് ഇളക്കിയും കൂടെ കൊടുക്കണം. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു മസാല ചേർക്കുന്നുണ്ട്. പ്ലമ്മിന് അത്യാവശ്യമായ മസാലയാണത്. ജാതിക്കായും പട്ടയും ഗ്രാമ്പും പൊടിച്ചതെല്ലാം കൂടെ ചേർന്നത് 1/2 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. അതും ഇട്ട് കൊടുത്ത് അതുപോലെ തന്നെ ഇതിലേക്ക് 1/2 മുറി നാരങ്ങാനീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തിളപ്പിച്ച് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മതി. ഇതിനി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷമാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ എടുക്കുന്നത്. തലേദിവസം വേണമെങ്കിൽ ഇത് ഇങ്ങനെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇനി വേറൊരു ബൗളെടുത്ത് അതിലേക്ക് 1/2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും, അതുപോലെ തന്നെ നേരത്തെ നമ്മൾ എടുത്തില്ലേ ആ മസാല, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മസാലയും കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഒരു അരിപ്പയിലൂടെ 3 പ്രാവശ്യം നിങ്ങൾക്ക് അരിച്ചെടുക്കാം, അല്ലെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളെല്ലാം മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. വേറൊരു ബൗളെടുത്ത് ഇനി 1/4 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. അത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പഞ്ചസാരയൊക്കെ ഒന്ന് അലിയിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. പാലും കൂടി ഒഴിച്ച് പഞ്ചസാരയും അലിയുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം 7 ടേബിൾ സ്പൂൺ ഓയിലാണ്, സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നന്നായി എടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ഇനി ഇതിലേക്ക് പൊടികളെല്ലാം കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പൊടിയിലേക്ക് നട്ട്സും ബദാമും ഞാൻ അരിഞ്ഞ് ചേർന്നിട്ടുണ്ടായിരുന്നു. അതും കൂടി ചേർത്താണ് മിക്സ് ചെയ്യുന്നത്. 100 ഗ്രാം നട്ട്സും ബദാമും കൂടിയാണ് അരിഞ്ഞ് ചേർത്തിരിക്കുന്നത്. അതും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വാനില എസൻസ് ഒഴിക്കാൻ മറന്നുപോയത് ഇപ്പോഴാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. പക്ഷേ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർക്കുന്ന ഓറഞ്ച് ജസ്റ്റാണ്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ജിഞ്ചർ പൗഡറും കൂടി ചേർത്ത് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിൽ നിന്ന്, സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സിലെ അതിൽ നിന്ന് 350 ഗ്രാം ഡ്രൈ ഫ്രൂട്ട്സാണ് ഈ കേക്കിലേക്ക് എടുക്കുന്നത്. അതും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി 7 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ട്രേയിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കേക്ക് റെഡിയാക്കി എടുക്കുന്നത് ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു കട്ടിയുള്ള ചരുവം വെച്ച് 10 മിനിറ്റ് ചൂടാക്കിയതിന് ശേഷം അതിൽ ഒരു റിങ് ഇറക്കി വെച്ച് അതിലേക്ക് കേക്ക് ട്രേ വെച്ച് കൊടുത്താണ് കേക്ക് റെഡിയാക്കിയത്. 1.5 മണിക്കൂർ വേണ്ടി വന്നു കേക്ക് റെഡിയാകാൻ. 40 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഇട്ട് കൊടുത്തിരുന്നു. അങ്ങനെ 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കേക്ക് റെഡിയായി. അപ്പോൾ എല്ലാവർക്കും ഈ കേക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടോ? എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.